പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ ലുത്തിനയിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പേര് ചൊല്ലി വിളിച്ച് അമ്മയുടെ മക്കളായ നമ്മൾ ഈ പ്രാർത്ഥനാ മഞ്ജരിക്ക് തുടക്കം കുറിക്കുന്നു. തുടർന്ന് 53 മണി ജപം പരിശുദ്ധ മറിയത്തിൻ്റെ വിവിധങ്ങളായ അപദാനങ്ങൾ ചൊല്ലിയാണ് ലുത്തിനിയ നമ്മൾ കാഴ്ചവെക്കുന്നത്. മറിയം എന്ന നാമം അനുഗ്രഹീതമാണ്. ലോക ജനത, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റുപറയുന്ന നാമം. പരിശുദ്ധ അമ്മയെ മറിയം അഥവാ മേരി എന്നാണ് പൊതുവെ വിളിക്കുക. സാധാരണ ഉപയോഗിക്കുന്ന മേരി എന്ന നാമത്തിന് നാം കടപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയോടാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ മേരി എന്ന വാക്ക് കടന്നു വരുന്നത് ലാറ്റിൻ ഭാഷയിലെ മരിയ എന്ന പദത്തിന് നിന്നാണെങ്കിലും പുതിയ നിയമ ഭാഷയായ ഗ്രീക്ക് ഭാഷയിലെ മരിയ എന്ന പദത്തോടാണ് ഏറെ കടപ്പാട്. മറിയം എന്ന നാമത്തിന് വിധേയത്വം അരമായിക് ഭാഷയിലെ മറിയം എന്ന പദത്തോടും ഹീബ്രു ഭാഷയിലെ മിറിയം എന്ന പദത്തോടുമാണ്. എങ്കിലും പുരാതന കാലഘട്ടങ്ങളിലെ ഈജിപ്ഷ്യൻ ഭാഷകളോടുള്ള മറിയം എന്ന നാമത്തിൻ്റെ കടപ്പാട് നമുക്ക് നിഷേധിക്കാനാവില്ല. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താനാവും. വളരെ പ്രിയപ്പെട്ടത് എന്ന അർത്ഥമാണ് പൊതുവെ അംഗീകരിക്കപ്പെടുക.